നീ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെയാണ് കണ്ണീർ കുടിപ്പിച്ചത്. 18-ാം പടിയിൽ നിന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടത്തെ ചില ആക്ടിവിസ്റ്റുകളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഹൈന്ദവ വിരുദ്ധത ചെയ്ത പിണറായി വിജയൻ ശാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി. പല BJP നേതാക്കളും ഇതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലാവുന്നു. ഇതാണ് ഹിന്ദുക്കളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഹിന്ദുക്കളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത, ഒന്നും വേണ്ട. ഇതൊക്കെ ഒരു പത്രധർമ്മമാണ്. 50% കൂടുതൽ ഹൈന്ദവ വിശ്വാസികളുള്ള ഒരു സമൂഹത്തിലേക്കാണ് ദേശാഭിമാനി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു പടം പോലും അച്ചടിക്കാതെ, ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്ന് പറയുന്ന ഒരു വരി കൂടി എഴുതാതെ പത്രം, ഇതാ ഒന്നാം പുറം മാത്രമല്ല, ഈ എഡിറ്റോറിയൽ പേജിലും അല്ല, ലേഖനവും ഉണ്ട് എന്ന് ശ്രീകൃഷ്ണന്റെ എന്താ പറയാ ഭഗവത്ഗീതയുടെ മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് എഴുതാലോ. ഒന്നുമില്ല, ഉള്ളിലെ പേജിൽ ഒന്നുമില്ല. ഇതാണ് ഈ മണ്ടന്മാരായ ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോഴും ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട് കേട്ടോ. സമ്മതിക്കണം മക്കളെ. നിങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അവരുടെ ആ ത്രസിപ്പിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഊർജമാണ് കൃഷ്ണൻ. നമ്മുടെ പരമമായ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹോദര്യത്തിന്റെ, പ്രണയത്തിന്റെ, ഇതിന്റെയൊക്കെ ഒരു ആൾ രൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അയ്യപ്പ സംഗമം നടത്തുകയാണ്. അയ്യപ്പ സംഗമം 20-ാം തീയതി അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഒരു